പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രാജിവെച്ചതായി റിപ്പോർട്ട്. രാജ്യത്തെ നിർണായക തീരുമാനങ്ങളിൽ നിന്നും തന്റെ സർക്കാരിനെ പൂർണ്ണമായി ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് സൂചന. രാജിക്കത്ത് പരമോന്നത നേതാവ് മുസ്തഫ ഖമനയുടെ ഓഫീസിന് കൈമാറിയതായി റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഇറാനിലെ ആഭ്യന്തര ഭിന്നതകളെ നിരീക്ഷിച്ചു വരികയാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളും പങ്കുവച്ചിരിക്കുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. വലിയ തരത്തിലുള്ള ഭിന്നതയുണ്ട് ഇറാൻ ഭരണകൂടത്തിൽ എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് ഏറെക്കുറെ പൂർണ്ണമായി അങ്ങനെ തന്നെ എന്ന് വ്യക്തമാകുന്ന രീതിയിലുള്ളൊരു നീക്കമാണല്ലോ ഇപ്പോൾ പ്രസിഡന്റിന്റെ രാജി എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നത്. എന്താണ് സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത്? മോർണിംഗ് ദിൽന, ശ്രീനിധി. അമേരിക്ക ആദ്യം മുതലേ ഉന്നയിക്കുന്ന ഒരു പ്രധാന വിഷയം ഈ പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയുന്നത് പ്രധാനമായിട്ടും അവിടുത്തെ ഈ ഭിന്നത കാരണമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ഈ പ്രഭാവത്തിൽ ലഭിക്കുന്നത്. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഇന്റർനാഷണലാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇവരുടെ ഈ റിപ്പോർട്ട് പ്രകാരം പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്റെ ഔദ്യോഗിക രാജിക്കത്ത് പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയുടെ ഓഫീസിന് കൈമാറിക്കഴിഞ്ഞു. രാജ്യത്തെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ തന്നെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ഈ കത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അത് മാത്രമല്ല, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ചില തീവ്ര നിലപാടുള്ള വിഭാഗങ്ങൾ ഇറാന്റെ പ്രധാന കാര്യങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുത്തതായിട്ടുള്ള ഒരു ആരോപണവും അദ്ദേഹം ഈ കത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് സ്ഥാനത്ത് നിന്ന് ഒഴിയുവാൻ അനുവദിക്കണമെന്നാണ് പെസഷ്കിയാന്റെ കത്തിലെ ആവശ്യം. എന്നാൽ ഈ രാജി പരമോന്നത നേതാവിന്റെ ഓഫീസ് സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്നാൽ അതേസമയം ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് ഔദ്യോഗിക ഇറാൻ വക്താക്കൾ ഒരു വശത്തെ രംഗത്തെത്തിയിട്ടുണ്ട്. വാർത്ത തികച്ചും വ്യാജമാണെന്ന് ഇറാൻ പ്രസിഡൻഷ്യൽ ഓഫീസിന്റെ ഡെപ്യൂട്ടി ഹെഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിന്റെ മെഹദി തബ്തബായി ആണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തന്നെയുമല്ല, അമേരിക്കയുമായിട്ട് ഈ വെടിനിർത്തൽ ചർച്ചകളൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാനിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കുവാൻ ഒരു ബോധപൂർവമായ ഒരു മാധ്യമ ഡ്രാമയാണ് ഈ പ്രചരണത്തിന്റെ ഭാഗമെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ജനങ്ങളെ സേവിക്കുന്നതിൽ പെസഷ്കിയാൻ പിന്മാറില്ല. അതുമാത്രമല്ല, ഇറാന്റെ ഐക്യം ശ്രമിക്കുന്നവരുടെ മോഹങ്ങൾ നടക്കുന്നില്ലെന്നാണ് തബ്തായി പറഞ്ഞത്. അതേസമയം US-ഉം ഇസ്രയേലും തകർത്ത ഈ ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങളിലേക്കുള്ള ഭൂരിഭാഗ തുരങ്കപാതകളും ഇറാൻ തുറന്നതായിട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മൊത്തം തകർക്കപ്പെട്ട 69 തുരങ്ക കവാടങ്ങളിൽ ഏതാണ്ട് 50ഓളം ഇറാൻ ഇതിനകം തന്നെ മണ്ണ് മാറ്റി കഴിഞ്ഞു. മിസൈൽ ലോഞ്ചറുകളൊക്കെ പുറത്തു വരുന്നത് തടയാൻ US-ഉം ഇസ്രയേലും തകർത്ത റോഡുകളും ഇറാൻ നന്നാക്കി കഴിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ദിൽന, ശ്രീനിധി. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇറാൻ ഭരണകൂടത്തിൽ ഭിന്നതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. അത് ഏറെക്കുറെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രസിഡന്റിന്റെ രാജി വാർത്തയും വരുന്നത്. പക്ഷേ വാർത്ത പൂർണ്ണമായും തള്ളുകയാണ് ഇറാൻ. എന്തായാലും അമേരിക്ക ഇക്കാര്യങ്ങൾ കൂടി നിരീക്ഷിക്കുന്നുണ്ട്. ഇതിന്റെ കൂടി ഒരു ഫലം അറിഞ്ഞ ശേഷമായിരിക്കും സമാധാന കരാറിലേക്കൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്ന കാര്യങ്ങളിലെല്ലാം തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.